ഹായ്, നെക്സ്റ്റ് നമ്മുടെ കൊറോളറി 28.6 ഇതാണ് നമ്മുടെ ലാസ്റ്റ് കൊറോളറി ഈ ചാപ്റ്ററിലെ. പറയുന്നതാണ് എ ഒരു നോൺ സീറോ സെൽഫ് അഡ്ജോയിൻറ്റ് ഹിൽബർട്ട് സ്മിത്ത് ഓപ്പറേറ്ററാണ്. ഓക്കെ, സെൽഫ് അഡ്ജോയിൻറ്റ് ഹിൽബർട്ട് സ്മിത്ത് ഓപ്പറേറ്ററാണ്. എസ് എൻ എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ആണ്. സീക്വൻസിൽ എലമെൻറ്റ്സ് നമുക്കറിയാം, അതിൽ വരുന്ന എലമെൻറ്റ്സ് നോൺ സീറോ ഐഗൺ വാല്യൂസ് ആണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ തിയറത്തിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അവിടെ എസ് എൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എസ് എൻ എന്ന് പറയുന്ന അവിടെ നമ്മുടെ നോൺ സീറോ ഐഗൺ വാല്യൂസിൻ്റെ കളക്ഷനാണ് എസ് എൻ, കറസ്പോണ്ടിങ് ടു യു എൻ. നമ്മളിത് പഠിച്ചതാണ്. ഓക്കെ, ഇതാണ് എസ് എൻ, നോൺ സീറോ ഐഗൺ വാല്യൂസിൻ്റെ കളക്ഷൻസ്. അങ്ങനെയാണെങ്കിൽ ആ നോൺ സീറോ ഐഗൺ വാല്യൂസിൻ്റെ കളക്ഷൻസ് എന്താണ്? സ്ക്വയർ സമ്മബിൾ ആണ്. ഒരു സീക്വൻസ് ആണ്, ആ സീക്വൻസ് സ്ക്വയർ സമ്മബിൾ ആണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് L2 എലമെൻ്റ് ആണ്. അത് സ്ക്വയർ സമ്മബിൾ L2 എലമെൻ്റ് ആണ്. ആ സീക്വൻസ്, ആ നോൺ സീറോ ഐഗൺ വാല്യൂസിൻ്റെ കളക്ഷൻസ്, ആ സീക്വൻസ് ഒരു L2 എലമെൻ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് സ്ക്വയർ സമ്മബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം പ്രൂഫ് എന്നു വെച്ച് കഴിഞ്ഞാൽ ഹിൽബർട്ട് സ്മിത്ത് ആണ് തന്നിട്ടുണ്ട്. എല്ലാ ഹിൽബർട്ട് സ്മിത്ത് ഓപ്പറേറ്ററും കോമ്പാക്റ്റ് ആണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എല്ലാ ഹിൽബർട്ട് സ്മിത്ത് ഓപ്പറേറ്ററും കോമ്പാക്റ്റ് ആണ്. അപ്പം നിലവിൽ എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ എന്തായി? കോമ്പാക്റ്റ് ആണ്. കാരണം ഹിൽബർട്ട് സ്മിത്ത് ആയതുകൊണ്ട് കോമ്പാക്റ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതെന്താണ്? സെൽഫ് അഡ്ജോയിൻ്റ് ആണ്. സോ നമ്മുടെ എ എന്ന് പറയുന്ന ഈ ഓപ്പറേറ്റർ ഒരു കോമ്പാക്റ്റ് സെൽഫ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്ററായി മാറി. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എന്ത് അപ്ലൈ ചെയ്യാം? നമ്മുടെ സ്പെക്ട്രൽ തിയറം അപ്ലൈ ചെയ്യാം. സ്പെക്ട്രൽ തിയറം പ്രകാരം എ ഓഫ് എക്സ്, എനി എലമെൻറ്റ് എക്സ് ഇൻ എച്ചിനെ എ ഓഫ് എക്സ് എങ്ങനെ എഴുതാം? സിഗ്മ എൻ ഓവർ എൻ എസ് എൻ ഇന്ന പ്രോഡക്റ്റ് എക്സ് യു എൻ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇത് നമ്മൾ പഠിച്ച മേജർ തിയറം ഉണ്ടല്ലോ, മെയിൻ വലിയ തിയറം, അതിപ്രകാരം നമുക്കിതിനെ അങ്ങനെ എഴുതാം. നമുക്കറിയാം എ യു എൻ എന്ന് വെച്ചാൽ എന്താണ്? എസ് എൻ യു എൻ ആണ്. ഫോർ എവരി എൻ ഈക്വൽ ടു 1 to n എക്സെട്ര. കാരണം എസ് എൻ എന്ന് പറയുന്നത് നോൺ സീറോ ഐഗൺ വാല്യൂ കറസ്പോണ്ടിങ് ഐഗൺ വെക്ടറാണ് യു എൻ. അതുകൊണ്ട് തന്നെ എ യു എൻ നമുക്ക് എന്ത് എഴുതാം? എസ് എൻ യു എൻ എന്ന് എഴുതാം. നമുക്കൊന്ന് നോം എ യു എന്നിൻ്റെ വില കണ്ടുപിടിച്ച് നോക്കാം. നോം എ യു എന്നിനെ നമുക്ക് എന്ത് എഴുതാം? നോം എസ് എൻ യു എൻ എന്ന് എഴുതാം. അതിന് നമുക്ക് എന്ത് എഴുതാം? മോഡ് എസ് എൻ ഇൻറ്റു നോം യു എൻ എന്ന് എഴുതാം. പക്ഷേ നോം യു എന്നിൻ്റെ വില 1 ആയതുകൊണ്ട് അത് മിച്ചം എന്ത് വരും? ആ മോഡ് എസ് എൻ എന്ന് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ സിഗ്മ ഓവർ എൻ മോഡ് എസ് എൻ സ്ക്വയർ എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് എന്ത് എഴുതാം? സിഗ്മ ഓവർ എൻ മോഡ് നോം എ യു എൻ സ്ക്വയർ എന്ന് എഴുതാം. കാരണം മോഡ് എസ് എന്നിന് തുല്യമായിട്ടുള്ള വിലയാണല്ലോ നോം എ യു എൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്ര നമുക്ക് കിട്ടി. ഇനി ഇവിടുത്തെ ഈ എച്ച് എന്ന് പറയുന്ന ഹിൽബർട്ട് സ്പേസിലുണ്ട് ഒരു ഓർത്തോനോർമൽ ബേസിസ് ആണ് ആര്? വി ജെ എന്ന് പറയുന്നത്. ആ വി ജെയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് സിഗ്മ ഓവർ ജെ നോം എ വി ജെ സ്ക്വയർ എന്തായിട്ട് എഴുതാം? ഫൈനൈറ്റ് ആയിട്ട് എഴുതാം. ഇത് എന്തുകൊണ്ട് എങ്ങനെ എഴുതാൻ പറ്റുന്ന അറിയോ? ഹിൽബർട്ട് സ്മിത്തിൻ്റെ ഡെഫിനേഷനാണ്. ഓക്കെ, ആ ഹിൽബർട്ട് സ്മിത്തിൻ്റെ ഡെഫിനേഷനാണ്. ഒരു ഓപ്പറേറ്റർ ഹിൽബർട്ട് സ്മിത്ത് ആണെങ്കിൽ നമുക്കൊരു ഓർത്തോനോർമൽ ബേസിസ് കണ്ടെത്താൻ പറ്റും. എങ്ങനെ? സിഗ്മ ഓവർ ജെ നോം എ വി ജെ സ്ക്വയർ ഫൈനൈറ്റ് ആയിട്ട് വരത്തക്ക രീതിയിൽ. ഓക്കെ, ക്ലിയർ. അപ്പം നമ്മുടെ ഇടയിലുള്ള സെറ്റ് U1 U2 എക്സെട്ര എന്ന് പറയുന്ന ഒരു ഓർത്തോനോർമൽ സെറ്റാണ്. ഓക്കെ, ഇതൊരു ഓർത്തോനോർമൽ സെറ്റാണ്. കാരണം ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടറുകളുടെ കളക്ഷൻ ആണല്ലോ. സോ നാച്ചുറലി ഇതൊരു ഓർത്തോനോർമൽ സെറ്റാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എ യു എന്നിനെ, എ യു എൻ എന്ന് പറയുന്ന എലമെൻ്റ് ആണല്ലോ, അതിനെ നമുക്ക് ഈ ബേസ് എലമെൻറ്റിൻ്റെ ലീനിയർ കോമ്പിനേഷൻ, അത് വി ജെയുടെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ സാധിക്കും. അതാണ് എ യു എൻ ഈക്വൽ ടു സിഗ്മ ഇന്ന പ്രോഡക്റ്റ് എ യു എൻ വി ജെ എന്നിരിക്കുന്നത്. പിടിയോ? കാരണം ഇത് ബേസിസ് ആയതുകൊണ്ട് വി ജെ ബേസിസ് ആണ്. വി ജെ ബേസിസ് ആയതുകൊണ്ട് ഏതൊരു എലമെൻറ്റെയും നമുക്ക് ബേസ് എലമെൻറ്റിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ സാധിക്കും എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബെസൽസ് ഇനിക്വാളിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഈ ബോക്സിനകത്ത് ഇരിക്കുന്നത്, ബെസൽസ് ഇനിക്വാളിറ്റി. ബെസൽസ് ഇനിക്വാളിറ്റി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്മ ഓവർ എൻ മോഡ് ഇന്ന പ്രോഡക്റ്റ് എക്സ് യു എൻ സ്ക്വയറിൻ്റെ വില ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് സ്ക്വയർ ആണ്. ഇനി ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാറി ഈക്വൽ ടു വരാം. എപ്പോൾ? എക്സിനെ എങ്ങനെ എഴുതാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഈ യു എന്നിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സിനെ എഴുതാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബെസൽസ് ഇനിക്വാളിറ്റി എന്നുള്ളത് ഇക്വാളിറ്റി ആയി മാറുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിലവിൽ നമുക്ക് എ യു എന്നിനെ വി ജെയുടെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാൻ സാധിക്കും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബെസൽസ് ഇനിക്വാളിറ്റിയുടെ ഇക്വാളിറ്റി ഇവിടെ ഹോൾഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് സിഗ്മ ഓവർ എൻ നോം എ യു എൻ സ്ക്വയർ നമുക്ക് എന്ത് എഴുതാം? സിഗ്മ ഓവർ എൻ സിഗ്മ ഓവർ ജെ. ഇത്രയും പാട്ടത് ഈ വന്നിരിക്കുന്ന ടേം ഇതിന് പകരം വന്നിരിക്കുന്ന ടേം, അത് ഇതിന് പകരം വന്നിരിക്കുന്ന ടേമാണ് റൈറ്റ് സൈഡിലെ ബ്രാക്കറ്റ് കൊടുത്തത് റെഡ് കളറിൽ. അത് വന്നത് ബെസൽസ് ഇനിക്വാളിറ്റിയിൽ നിന്നാണ് നമുക്ക് അങ്ങനെ എഴുതാൻ സാധിക്കുന്നത്. ബെസൽസ് ഇനിക്വാളിറ്റിയിലെ
എക്സിന് പകരം ഇവിടെ എന്ത് വരുന്നു, ആ എ യു എൻ വരുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആ സമ്മേഷനെ അങ്ങോട്ടും കൂടി ഇൻ്റർചേഞ്ച് ചെയ്തു. അപ്പോൾ ഇവിടെ സമ്മേഷൻ ഓവർ ജെ എന്നും ഇവിടെ സമ്മേഷൻ ഓവർ എൻ എന്നും വരും. പിന്നെ ഒരു മാറ്റം, ഈ എ ഇപ്പുറത്തു, അപ്പോൾ ഇവിടെ എ സ്റ്റാർ വി ജെ എന്ന് വരണം അഡ്ജോയിൻ്റ് പ്രകാരം. പക്ഷേ എ സ്റ്റാർ എന്ന് വരത്തില്ല, കാരണം സെൽഫ് അഡ്ജോയിൻ്റ് ആയതുകൊണ്ട് നമുക്കതിനെ എ എന്ന് തന്നെ എഴുതാം. അപ്പോൾ അങ്ങനെയാണ് ഈ സ്റ്റെപ്പ് കിട്ടിയത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്നപ്പോഴത്തേക്ക് ഇത് അപ്പുറത്തും വെച്ച് മാറി. അതിന് പ്രശ്നമൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോഞ്ചുഗേറ്റ് എടുക്കാം. കോഞ്ചുഗേറ്റ് എടുക്കുമ്പോഴത്തേക്ക് തിരിയും. ഞാൻ പക്ഷേ കോഞ്ചുഗേറ്റ് കൊടുത്തിട്ടില്ല, കാരണം മോഡുലസിൻ്റെ അകത്തായതുകൊണ്ട്. ഇവിടെ ആക്ച്വലി കോഞ്ചുഗേറ്റ് ഉണ്ട്, പക്ഷേ ഞാൻ കോഞ്ചുഗേറ്റ് കൊടുത്തിട്ടില്ല, കാരണം മോഡുലസിൻ്റെ അകത്തായതുകൊണ്ട് അതിൻ്റെ ആവശ്യം ഇല്ല. ഓക്കെ, പിടിക്കുക. അപ്പം അങ്ങനെയാണ് ഇവിടെ എ വി ജെ യു എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി അഗെയിൻ വീണ്ടും ഇവിടെ എന്ത് അപ്ലൈ ചെയ്യുക, നമ്മുടെ ബെസൽസ് ഇനിക്വാളിറ്റി അപ്ലൈ ചെയ്യുക. ബെസൽസ് ഇനിക്വാളിറ്റി പ്രകാരം അങ്ങനെയാണെങ്കിൽ ഈ ടേമിന് പകരം നമുക്ക് ദാറ്റ് ഇസ് നോം എ വി ജെ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇത് ഫൈനൈറ്റ് ആണ്. ഇത് ഫൈനൈറ്റ് ആകാൻ കാരണം എന്താ, നമ്മുടെ ഹിൽബർട്ട് ഷ്മിത്ത് ആയതുകൊണ്ട്, ഈ കണ്ടീഷൻ ഹിൽബർട്ട് ഷ്മിത്ത് ആയതുകൊണ്ട് ഈ വില എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് കിട്ടി ഇവിടുന്ന് നമ്മൾ ഇവിടെ എത്തി. ഇവിടുന്ന് സിഗ്മ ഓവർ എൻ നോം എ യു എൻ സ്ക്വയർ ഫൈനൈറ്റ് ആണെന്ന് കിട്ടി. ഈ നോം എ യു എൻ സ്ക്വയറിനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു സിഗ്മ ഓവർ എൻ മോഡ് എസ് എൻ സ്ക്വയർ. അങ്ങനെ നമുക്ക് കിട്ടും സിഗ്മ ഓവർ എൻ മോഡ് എസ് എൻ സ്ക്വയർ എന്താണെന്ന് കിട്ടി, ഫൈനൈറ്റ് ആണെന്ന് കിട്ടി. അത് ചുരുക്കി പറഞ്ഞാൽ എസ് എൻ എന്ന് പറയുന്ന സീക്വൻസ് ഒരു L2 എലമെൻ്റ് ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ.